എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ അധിക ഭക്തിയോട് കൂടി തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൃപാസന മാതാവിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. പിന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ കൃപാസന മാതാവിൽ നിന്ന് പ്രത്യേകമായിട്ട് ലഭിക്കുന്ന പ്രാർത്ഥനകൾ മാത്രമാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഭക്തിയോടുകൂടി തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പറയുക. നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഇടേണ്ടതാണ്. കാരണം നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആവശ്യങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ പ്രാർത്ഥനയിലും, അപ്പം എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അപ്പോൾ ആ എല്ലാ പ്രാർത്ഥനകളിലും ഞങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഇടുക. അപ്പം നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കിടക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മാതാവിനെ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക. മറ്റു മക്കളെയും കൂടെ മാതാവിലേക്ക് അടുപ്പിക്കുക. അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ഏറ്റെടുക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥനകളെല്ലാം തന്നെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കെടുത്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ മാത്രമാണ് കൃപാസന മാതാവിൻ്റെ എപ്പോഴുമുള്ള അനുഗ്രഹം, എപ്പോഴുമുള്ള ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവത്തുള്ളൂ. എപ്പോഴും നമ്മളൊരു ആവശ്യം വരുമ്പോൾ മാത്രം കൃപാസന മാതാവിലേക്ക് ഓടി ചെല്ലുന്നൊരു വ്യക്തിയായി മാറാതെ എപ്പോഴും മാതാവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. അതുപോലെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ പ്രത്യേകമായിട്ട് മാതാവിൽ നിന്ന് ലഭിക്കുന്ന പ്രാർത്ഥനകളാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഈ ചാനലിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക. കാരണം പ്രാർത്ഥനകൾ എല്ലാം തന്നെ മാതാവിൽ നിന്ന് പ്രത്യേകമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ പ്രാർത്ഥന ലഭിക്കുവാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാർത്ഥനകൾ ലഭിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഞാൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്ന ഈ വ്യക്തികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ. അപ്പം അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നേരിടുന്ന വ്യക്തികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ, വീട് വെക്കുവാനുള്ള സാഹചര്യം ഇല്ലായ്മ, അത്തരം ആൾക്കാരെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. വീട് വെക്കുവാൻ വേണ്ടിയിട്ട്, ഒരു സ്ഥലം വാങ്ങുവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അമ്മയുടെ മുന്നിലേക്ക് ഇത്തരം ആൾക്കാരെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അത്തരം വ്യക്തികളുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ സാഹചര്യം അമ്മ മാറ്റിക്കൊടുക്കണമേ. അവർക്ക് സ്ഥലം വിൽക്കുവാനോ ഇല്ലെങ്കിൽ സ്ഥലം വാങ്ങുവാനോ, അവർക്ക് സ്വന്തമായിട്ട് വീട് വെക്കുവാനോ, വീട് പണി പൂർത്തീകരിക്കുവാനോ അമ്മേ മാതാവേ, അമ്മയുടെ ഇടപെടൽ മൂലം അവരിൽ ഉണ്ടാവണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, സ്ഥലം വാങ്ങുവാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഇത്തരം വ്യക്തികളെ അമ്മയുടെ പ്രത്യേക ഇടപെടൽ മൂലം അവരുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകുവാനായിട്ട് അമ്മേ മാതാവേ, അമ്മ ഇടപെടണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, കടം മൂലം ദുരിതത്തിൽ ഏർപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കടം മൂലം വല്ലാണ്ട് കടം കയറി ആകപ്പാടെ തകർന്നു നിൽക്കുന്ന വ്യക്തികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അത്തരം വ്യക്തികളെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. കടം വീട്ടുവാനുള്ള പോംവഴി അമ്മ കാണിച്ചു കൊടുക്കണമേ. അമ്മ ഏതൊരു രീതിയിലും അവർ ഇനിയിപ്പം കടം വീട്ടുവാനുള്ള സാഹചര്യം അവരില്ലാതെ അങ്ങനെ ബുദ്ധിമുട്ടി വേറെ ഒരു വഴിയില്ല, അത്തരത്തിൽ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അമ്മയോട് ഞാൻ യാചിക്കുകയാണ്. അമ്മേ മാതാവേ, തീർച്ചയായിട്ടും ഇവരുടെ ബുദ്ധിമുട്ടുകൾ അമ്മ മാറ്റിക്കൊടുക്കണമേ. ഇവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ജോലിക്ക് വേണ്ടി കുറേ ശ്രമിച്ചിട്ടും ഒരു ജോലി പോലും കിട്ടാത്ത ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അത്തരം ആൾക്കാരെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ജോലി കിട്ടിയിട്ടും ജോലി സ്ഥലങ്ങളിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ, അത്തരം ആൾക്കാരുടെ പ്രശ്നങ്ങൾ അമ്മേ മാതാവേ എടുത്തു നിൽക്കണമേ. അതുപോലെ തന്നെ അവർക്ക് ആ ജോലിയിൽ നല്ല രീതിയിൽ സ്ഥാനക്കയറ്റങ്ങളും നല്ല രീതിയിലുള്ള ആ ഒരു സന്തോഷത്തോടെയുള്ള സമാധാനത്തോടെയുള്ള ആ ഒരു ജോലി സാധ്യതയും അമ്മേ മാതാവേ മാറ്റിക്കൊടുക്കണമേ. ആ ഒരു അന്തരീക്ഷം അമ്മ തന്നെ മാറ്റി നല്ലൊരു ജോലി സ്ഥലമായിട്ട് മാറുവാനായിട്ട് അവരുടെ ആ ജോലി സ്ഥലങ്ങളെ മാറ്റണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വിദേശത്ത് പോകുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നവർ, അതിനു വേണ്ടിയിട്ട് ഒരുപാട്
തടസ്സങ്ങൾ വരുന്നവരുണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ. അമ്മേ മാതാവേ, അത്തരം ആൾക്കാരെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, അവരുടെ ആ ഒരു തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് വിദേശത്തേക്ക് പോകുവാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ കാത്തുകൊള്ളണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർ ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. വിവാഹം നടക്കാതെ അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്നവർ, അവർക്ക് നല്ലൊരു വിവാഹം നടക്കുവാനായിട്ടും സമാധാനത്തോടെ അവരുടെ കുടുംബം മുന്നോട്ട് പോകുവാനായിട്ടും അമ്മേ മാതാവേ, അമ്മ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ മക്കളില്ലാത്തവർ, അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. മക്കളില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവർക്ക് നല്ല മക്കളൊക്കെ ഉണ്ടായി അവരുടെ ജീവിതം നല്ലൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് അമ്മേ മാതാവേ, അവരെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കഴിയുന്നവർ അമ്മേ മാതാവേ, അവരെ ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഏത് തരത്തിലുള്ള രോഗത്തിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ അമ്മേ മാതാവേ, അവരെ അമ്മയുടെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും അവരുടെ മുന്നിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ നീക്കിക്കൊണ്ട് അമ്മേ മാതാവേ, രോഗാവസ്ഥ അമ്മ തന്നെ നീക്കിക്കൊണ്ട് അവരെ മാറ്റണമേ. അതുപോലെ തന്നെ രോഗാവസ്ഥ പോലെ തന്നെ അവർക്ക് ഒരു സഹായവും പരസഹായങ്ങളൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അമ്മേ മാതാവേ, അത്തരം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരെ അനുഗ്രഹിക്കണമേ. അമ്മയുടെ ഇടപെടലുണ്ടാവണമേ. കുറ്റപ്പെടുത്തലിലൂടെ ഒരുപാട് ആൾക്കാർ കാണിച്ചു തരുന്നു. ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തലിലൂടെ ഇങ്ങനെ കഴിയുന്നവരുണ്ട്. വല്ലാണ്ട് കുറ്റപ്പെടുത്തി കഴിയുന്നവരുണ്ട്. അത്തരം ആൾക്കാരെ അമ്മേ മാതാവേ, അമ്മയുടെ ഇടപെടൽ മൂലം അവരെ സ്വതന്ത്രരാക്കണമേ. അമ്മയുടെ ഇടപെടൽ മൂലം അവരെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ബിസിനസ് ചെയ്യുവാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നവരുണ്ട്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവരുടെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ നോക്കിക്കൊള്ളണമേ. അമ്മ ഇടപെടൽ മൂലം നല്ലൊരു ബിസിനസ്സിലൂടെയും നല്ലൊരു സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും അവർക്ക് കൊടുക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. കുടുംബത്തിൽ വല്ലാണ്ട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പല പ്രശ്നങ്ങളും സാമ്പത്തിക ഇടപാടുകളും അത്തരം കാര്യങ്ങൾ മൂലം കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അത്തരം ആൾക്കാരെ അമ്മയുടെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും അമ്മ അവരെ മുന്നോട്ട് കൊണ്ടുപോകണമേ. നല്ല രീതിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയുമുള്ള ഒരു കുടുംബജീവിതം അവർക്കിടയിൽ ഉണ്ടാകുവാനായിട്ട് അമ്മേ മാതാവേ, അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടാകണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് അമ്മ ഇവരെല്ലാം അനുഗ്രഹിക്കുമെന്നുള്ളത്. ഇപ്പോൾ തന്നെ പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏത് സമയത്താണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ ആവശ്യം പറയുക. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആവശ്യങ്ങൾ അമ്മയോട് നിങ്ങൾ നേരിട്ട് പറയുക. അമ്മേ മാതാവേ, ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ ആവശ്യങ്ങൾ അമ്മയുടെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നടത്തി കൊടുക്കണമേ. അവരുടെ ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം എടുത്തു നീക്കിക്കൊണ്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അവരുടെ യാത്രാവേളകളിൽ ഒരു രീതിയിലുള്ള അപകടമോ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ അവരുടെ യാത്രാവേളയിൽ ഉണ്ടാവാതിരിക്കുവാനായിട്ടുള്ള അനുഗ്രഹം അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ തന്നെ ഉണ്ടാവണമേ. അമ്മയുടെ പ്രസൻസ് അവരുടെ കൂടെ തന്നെ ഉണ്ടാവണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ലഹരി ഉപയോഗിക്കുന്ന മക്കൾ, ഇല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന കുടുംബങ്ങൾ, അത്തരം കുടുംബങ്ങളെ അത്തരം പൈശാചികമായിട്ടുള്ള പ്രവർത്തികളിൽ നിന്ന് അമ്മ വിടുവിക്കണമേ. അവരെ സ്വതന്ത്രരാക്കണമേ അമ്മേ മാതാവേ. അവരെ തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടൽ മൂലം കാത്തുകൊള്ളണമേ. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അമ്മേ മാതാവേ, അമ്മയുടെ ഇടപെടൽ മൂലം അമ്മ അവരെ കരുതണമേ. അമ്മേ മാതാവേ, ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അമ്മ മാതാവ് എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു.